എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ LGS സ്റ്റേജ് 2 കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അതിനുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി നമ്മളെ കൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും എഴുതിയവർക്കൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക, എങ്ങനെയാണ് നമ്മുടെ ലെവൽ എത്രയാണെന്നൊക്കെ. അപ്പോൾ അത് വിചാരിച്ച് വിഷമിക്കാനല്ല നിൽക്കേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത പരീക്ഷയ്ക്കും മുന്നിലെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇനി 7-8 ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളെങ്കിലും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 10 ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് മടി പിടിച്ചിരിക്കാതെ കഷ്ടപ്പെട്ട് പഠിക്കുക. അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ അല്ലാത്തത് ഏത്? നമ്മൾ ഇന്നലെ പെർഫെക്റ്റ് നമ്പർ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് നമ്പറിൻ്റെ അല്ലെങ്കിൽ അനഘസംഖ്യയുടെ വേറൊരു പേരാണ് എന്ത്? പരിപൂർണ സംഖ്യ. പരിപൂർണ സംഖ്യ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എന്ത് ചെയ്തിട്ടുണ്ട്, അനഘസംഖ്യ അതായത് പരിപൂർണ സംഖ്യ എന്താണ്, ഏത് സംഖ്യയാണ് പരിപൂർണ സംഖ്യ എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, എന്താണ് അനഘസംഖ്യ എന്നുള്ളത് നമുക്ക് കിട്ടണം. അപ്പോൾ നോക്കിക്കോ, ഒരു സംഖ്യയുടെ നമ്മൾ പറഞ്ഞതാണ് എന്നാലും പറയുകയാണ്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക ആണ് എന്ത്, ആ സംഖ്യക്ക് തുല്യമാണെങ്കിൽ അതിനെന്ത് വിളിക്കാം, അനഘസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാം. എന്താ നമ്മൾ പറഞ്ഞത്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക സംഖ്യയ്ക്ക് തുല്യമായാൽ അത്തരം സംഖ്യകളാണ് എന്ത്, അനഘസംഖ്യകൾ, പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത്. എങ്ങനെ ഘടകങ്ങൾ എന്ന് അറിയണത്, നമ്മളിപ്പോൾ 10 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1 ഗുണിക്കണം 10 ഏതൊക്കെ സംഖ്യകളെ കൊണ്ട് അതിനെ ഗുണിക്കാൻ പറ്റുന്നതാണ്, ആ സംഖ്യ കിട്ടുന്നതാണ്. 1 ഗുണിക്കണം 10 എത്രയാ? 10 കിട്ടും. അതേമാതിരി 2 ഗുണിക്കണം 5 ചെയ്താൽ എത്ര കിട്ടും? അതും എന്ത് ചെയ്യും, 10 കിട്ടും. അതും എന്ത് ചെയ്യും, 10 കിട്ടും. അനഘസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിലിപ്പോൾ 10 ഇല്ലേ, ആ 10ന് മാത്രം ഒഴിവാക്കുക, എന്നിട്ട് ബാക്കിയുള്ള സംഖ്യകളൊക്കെ കൂട്ടുക. ഇവിടെ അപ്പോൾ 1, 2, 5. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത് നമുക്ക്? 8 കിട്ടുന്നത്. ഇതെന്തല്ല, 10 അല്ല. അതായത് എന്താണ്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക എന്താണ്, സംഖ്യയ്ക്ക് തുല്യമായാൽ അത്തരം സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നിട്ടുള്ള എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. നോക്ക്, ഫസ്റ്റ് ഓപ്ഷൻ 6 ആണ്. 6 അല്ലേ? 6 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഗുണിക്കണം 6 ഉണ്ട്, അതുപോലെ 2 ഗുണിക്കണം 3 ഉണ്ട്. 1 ഗുണിക്കണം 6 ഉണ്ട്, അതുപോലെ തന്നെ 2 ഗുണിക്കണം 3 ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി ഈ 6 നോക്കണ്ട. അതായത് ആ സംഖ്യ നമ്മൾ ഏതൊരു സംഖ്യയുടെയും ഘടകമാണ് ആ സംഖ്യ. പക്ഷെ ആ സംഖ്യേനെ ഒഴിവാക്കിയിട്ട് മറ്റ് സംഖ്യകൾ കൂട്ടിയാൽ ഏതൊക്കെയാ? 1 കൂട്ടണം 2 കൂട്ടണം 3. എത്ര കൂട്ടിയാൽ കിട്ടുക? 6 അല്ലേ? അപ്പോൾ നോക്ക്, ഇതെന്താണ്, ഇതിന് തുല്യമാണ്. അപ്പോൾ ആ 6നെ എന്തു പറയാം? ഒരു പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ, പരിപൂർണ സംഖ്യ എന്ന് പറയാം. അപ്പോൾ 6 എന്താണ്, ഒരു അനഘസംഖ്യയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്ക്, നമ്മുടെ ചോദ്യം എന്താണ്, അല്ലാത്തത് ഏത് എന്നാട്ടോ. അടുത്തത് നോക്കൂ, രണ്ടാമത്തെ ഓപ്ഷൻ 28 അല്ലേ? 28 നോക്ക്, 28നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? 1 ഗുണിക്കണം 28. 1 ഗുണിക്കണം 28. 1 28ഉം 28ൻ്റെ ഘടകങ്ങളാണ്. ഇനി അടുത്തത് ഏതൊക്കെയാ? 2 ഗുണിക്കണം 14. 2 ഗുണിക്കണം 14 പറ്റുമല്ലോ. ഇനിയുണ്ട് എന്താണ് 4 ഗുണിക്കണം 7. 7 4 28 ആണല്ലോ. അപ്പോൾ ഇനി നോക്ക്, ഇനി എന്ത് ചെയ്യാം, ഈ 28നെ നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റു സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടണം? 28 കിട്ടണം. കിട്ടും നോക്കാം. 1 കൂട്ടണം 2 കൂട്ടണം 14 കൂട്ടണം 4 കൂട്ടണം 7 അല്ലേ? ഇനി കൂട്ടിക്കോ, 1ഉം 2ഉം 3, 3ഉം 7ഉം 10, 14, 10ഉം 14, 24, 24 4ഉം 28. എത്രയാണ്? 28. നമ്മുടെ 28 കിട്ടിയില്ലേ? അപ്പോൾ അതും എന്താണ്, ഒരു അനഘസംഖ്യ ആണ്. അപ്പോൾ എയും ബിയും എന്താണ്, അനഘസംഖ്യയാണല്ലോ.
എയും ബിയും അനകസംഖ്യയാണല്ലോ, അപ്പോൾ ഓപ്ഷൻ സിയും ശരിയാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഓപ്ഷൻ ഡി ആയിരിക്കും. 4 അനകസംഖ്യ ആയിരിക്കില്ല. എന്നാലും നോക്കാം. 4 ചെയ്താൽ എത്രയാ? 1 ഗുണിക്കണം 4 എത്രയാ? പറ്റുമല്ലോ. അതേമാതിരി എന്താ 2 ഗുണിക്കണം 2 ഉണ്ടല്ലോ. അപ്പം ഇനി നോക്ക്, ഈ 4 ഒഴിവാക്കി നമ്മൾ. അപ്പോൾ 1 കൂട്ടണം 2 കൂട്ടണം 2 എത്രയാ കിട്ടുക? 5 കിട്ടുക അല്ലേ? 5 കിട്ടുക. അപ്പം അതെന്തല്ല, അതൊരു അനകസംഖ്യയല്ല, അല്ലെങ്കിൽ പരിപൂർണ സംഖ്യയല്ല, ഒരു പെർഫെക്റ്റ് നമ്പർ അല്ല. ഓപ്ഷൻ ഡി ആണ് അപ്പം എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എന്നാ ചോദിച്ചത്. എന്താണ്? 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എന്നാണ് ചോദിച്ചത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എന്ത്, ഒറ്റ സംഖ്യകളുടെ അതായത് എന്ത്, ആദ്യത്തെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. n സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. അറിയില്ലേ? n സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. അറിയാലോ. ഇനി നോക്ക്, നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 20 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണും. എന്നിട്ട് എന്ത് ചെയ്യും? 100 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് കുറച്ചാൽ പോരെ? അതായത് 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയിൽ നിന്ന് 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ n സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം ഞാൻ 20 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് n എത്രയാണെന്ന് അറിയണം. വേണ്ടേ? അല്ലാതെ 20 സ്ക്വയർ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ്? 20 സംഖ്യയാണ് അല്ലേ? 1 3 5 അങ്ങനെ പോയി 19 വരെയാണ് എന്ത് ഉള്ളത് അല്ലേ? 20ന് താഴെ ഉള്ളത് അല്ലേ? 19 വരെ അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 20നും 100നും ഇടയിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 20 വരെയുള്ള സംഖ്യകളുടേത്, അതായത് 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? n ആദ്യം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എന്താണ് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ എത്രയാ? 20 അല്ലേ? അതിൻ്റെ നേർപകുതി. അല്ല എങ്കിൽ ഇതിൽ എത്ര ലാസ്റ്റത്തെ സംഖ്യ ഏതായിരിക്കും? 19 അല്ലേ ലാസ്റ്റത്തെ ഒറ്റ സംഖ്യ? അതിനോട് 1 കൂട്ടുക, അതിൻ്റെ നേർപകുതി എത്രയായിരിക്കും? 10. അതായത് 10 ഒറ്റ സംഖ്യകളായിരിക്കും ഉണ്ടാവുക. ഇത് n കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ലാസ്റ്റത്തെ സംഖ്യ ഏതാ? 19 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനോട് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 ഒറ്റ സംഖ്യകളാണ് എന്ത് 20 വരെ ഉള്ളത് അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്തായി? 10 സ്ക്വയർ കണ്ടാൽ മതിയല്ലോ. എത്രയാണത്? 100. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ, അത് എത്രയാ? 100 ആണ്. ഇനി നോക്ക്, 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയിൽ n എത്രയായിരിക്കും? കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ലാസ്റ്റത്തത് 99. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 കൂട്ടി അതിനെ 100 ആക്കി, ഡിവൈഡഡ് ബൈ 2. 100ൻ്റെ പകുതി എത്രയാ? 50 ഒറ്റ സംഖ്യകളാണ് എന്ത് 100 വരെ ഉള്ളത്. മനസ്സിലായല്ലോ? ആ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായല്ലോ? n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ലാസ്റ്റത്തെ ഒറ്റ സംഖ്യ ഏതാണ്? അതിനോട് 1 കൂട്ടിയിട്ട് അതിൻ്റെ നേർപകുതി എടുത്താൽ അത്ര എണ്ണമായിരിക്കും എന്ത് ആ ഒറ്റ സംഖ്യകൾ ഉള്ളത്. ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ എന്താണ്? 50 ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ തുക എന്ന് പറയുന്നത്? n സ്ക്വയർ 50 സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ 25, പിന്നെ 2 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? അപ്പോൾ പറ, 2500 കുറയ്ക്കണം 100 എത്ര കിട്ടുക? 2400. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം. എന്താണ്? n സ്ക്വയർ ആണ്. 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണണം. ആദ്യം എന്ത്? 20 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 10 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ 10 സ്ക്വയർ അതെത്രയാ? 100 എന്ന് കിട്ടി. അതേമാതിരി 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണണം. 100 വരെ എത്ര ഒറ്റ സംഖ്യകളാണ് ഉള്ളത്? 50 ആണ്. 50ൻ്റെ സ്ക്വയർ കിട്ടി എത്രയാ? 2500. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2500 100 കുറച്ചു 2400. അതാണ് നമ്മുടെ ഉത്തരമായിട്ട്
വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കൂട്ടണം എന്ന് പറഞ്ഞാൽ ഗുണിക്കണം, കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഹരിക്കണം, ഗുണിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടണം, ഹരിക്കണം എന്നാൽ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇതൊന്ന് എടുത്ത് എഴുതുകയാണ്. പ്ലസ് എന്നാൽ എന്താണ്, ഗുണനമാണ്. പ്ലസ് എന്നാൽ ഗുണനം. അടുത്തത് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഹരണം. ഇനി എന്താണ്, ഗുണിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടണം, ഹരിക്കണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇത് എടുത്തെഴുതാൻ പോവാണ്. 12 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഹരിക്കാനാ പറയുന്നത് അല്ലേ. കുറയ്ക്കാൻ പറഞ്ഞാൽ ഹരിക്കാനാണ്. 12 ഹരിക്കണം 3. ഇനി എന്താ, ഗുണിക്കാനാ പറഞ്ഞത്. ഗുണിക്കാൻ പറഞ്ഞാൽ എന്താ, കൂട്ടണം 4. ഇനി എന്താ, കൂട്ടാനാ പറഞ്ഞത്, ഗുണിക്കണം 2. ഇനി ഹരണമാണ് പറഞ്ഞത്. ഹരണം ഏതാ, കുറയ്ക്കലാണ് അല്ലേ. ഹരിക്കണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം 5. ഓക്കെ ആണല്ലോ. ഇതാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താണ്, ബോർഡ് മാസമാണ് ഉപയോഗിക്കേണ്ടത്. ബോർഡ് മാസമാണ് ഉപയോഗിക്കേണ്ടത്. ബ്രാക്കറ്റ് ഉണ്ടോ, ഇല്ല. ഓഫ് ഉണ്ടോ, ഇല്ല. ഇനി എന്താണ്, ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണമാണ് ആദ്യത്തത്. ഏതാ, 12 ഹരിക്കണം 3 എത്രയാ, 4. ഇനി എന്താ ഉള്ളത്, ഹരണം ഉണ്ടോ, ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, സോറി അത് കഴിഞ്ഞില്ലേ. ഇനി എന്താ ഉള്ളത്, എം, മൾട്ടിപ്ലിക്കേഷൻ. എന്താ, ഗുണിക്കണം എന്നല്ലേ. ഗുണിക്കണം എന്നുണ്ടല്ലോ. 4 ഗുണിക്കണം 2 എത്രയാ, 8. ഓക്കെ ആണല്ലോ. ഇനി എന്താ ഉള്ളത്, ഇനി അഡീഷണൽ സബ്സ്ട്രാക്ഷനും ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നോക്ക്, ഇതൊന്ന് എടുത്തെഴുതാണ്. 4 കൂട്ടണം 8 കുറയ്ക്കണം 5. 4 8 കൂട്ടിയാൽ എത്രയാ, 12. 12ൽ നിന്ന് 5 പോയാൽ എത്രയാ, 7. നമ്മുടെ ഉത്തരം എത്രയാ, ഓപ്ഷൻ എ 7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചത്. ഓക്കെ ആണല്ലോ. 750 രൂപയ്ക്കാണ് ഒരു സാധനം വാങ്ങിയത്. അത് വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, 750ൻ്റെ എന്ത് ചെയ്താൽ മതി, 14% ലാഭമല്ലേ. ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100% ആ സംഭവത്തിൻ്റെ വില പ്ലസ് എന്താണ്, കൂട്ടാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ. 14% ലാഭമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ 14% നഷ്ടമായിരുന്നെങ്കിൽ എന്താണ്, 100 കുറയ്ക്കണം 14%. ഞാൻ ശരിക്കുള്ള രീതിയാണ് പറയാൻ പോകുന്നത്, ഷോർട്ട് കട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കോ. അപ്പോൾ ഇനി നമ്മളിതിൽ ഉപയോഗിക്കുന്നത് എന്താണ്, 100 കൂട്ടണം 14%. അതായത് 750 വാങ്ങിയ വിലയാണ്. അതിൻ്റെ 100 കൂട്ടണം 14, അതായത് 114% കണ്ടാൽ എന്ത് കിട്ടും, എത്ര ഉറുപ്പ്യക്കാണ് അത് വിൽക്കണേന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 114% എന്ന് പറഞ്ഞാൽ എന്താ, 114 ഹരിക്കണം 100. 114 ഹരിക്കണം 100. അതാണ് എന്ത്, ശരിക്കുള്ളൊരു രീതി. മനസ്സിലായല്ലോ. ഇനി ഇത് ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ, ഈ പൂജ്യം പോയി. ഇനി 5 കൊണ്ട് വെട്ടാം അല്ലേ. ഇവിടെ എത്ര, 2 ആണുള്ളത്. 75ൽ എത്ര 5 ഉണ്ട്, 15 5 ഉണ്ട്. ഓക്കെ. ഇനി ഇതിനെ വെട്ടാലോ, 114നെയും 2നെയും വെട്ടാലോ, എത്ര കിട്ടുക, 114 2 കൊണ്ട് വെട്ടിയാലോ എത്ര കിട്ടുക, 55 57 എന്ന് കിട്ടും അല്ലെ. 57 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ 15 ഗുണിക്കണം 57, നോക്ക്, 57 ഗുണിക്കണം 15, 57 ഗുണിക്കണം 15, 7 5 35, ശിഷ്ടം 3, 5 25, എത്രയാ 3 കൂട്ടണം. അപ്പോൾ എത്ര, 28, 1 7 1 5 5. ഇനി ഇത് കൂട്ടി എഴുതിയാൽ മതിയല്ലോ. 5 8 7 കൂട്ടിയാൽ എത്രയാ, 8 7 കൂട്ടിയാൽ 15 ആണല്ലോ. ശിഷ്ടം 1 എത്രയാ, 5ഉം 3ഉം എത്രയാ, 8, 855. ഓപ്ഷൻ സി ആണെന്ത്, കറക്റ്റ് ആൻസർ. നമ്മളെന്താ ചെയ്തത്, 750-ന് 14% ലാഭം എന്ന് പറഞ്ഞാൽ എന്താ, 750ൻ്റെ 114% കണ്ടാൽ എന്ത് കിട്ടി, നമുക്ക് ഉത്തരമായി. അപ്പോൾ നമ്മളത് കണ്ടു. എത്രയാണ് നമ്മുടെ ഉത്തരം, 855 ഇതൊരു രീതിയാണ്. അതായത് വാങ്ങിയ വില 750 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 14% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി, 750 ഗുണിക്കണം 114/100 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇനി അല്ലാത്തൊരു കാര്യം പറയാം. എന്ത്, 750 14% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര റുപ്യക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം 750ൻ്റെ 14% കാണാം. 750ൻ്റെ 14% കാണാം. ഓക്കെ ആണല്ലോ. 750ൻ്റെ 14% എങ്ങനെ കാണാം, 750 ഗുണിക്കണം 14/100. ഓക്കെ, 750 ഗുണിക്കണം 14/100. അപ്പോൾ ഈ പൂജ്യം പോയി. ഇനി ഇവിടെ എന്താ, ഇനി അതേമാതിരി തന്നെ 2, ഇവിടെ എത്ര 5 കൊണ്ടാണ് വെട്ടുന്നത്, അപ്പോൾ ഇവിടെ 15. ഇനി ഇവിടെ വെട്ടിയാൽ 7. 15 ഗുണിക്കണം 7, 15 ഗുണിക്കണം 7 എത്രയാ, 70 35
എത്ര കിട്ടുക? 105 എന്ന് കിട്ടും. 105 എന്ന് കിട്ടും. 750ന്റെ 14% എത്ര? 105 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് എന്ത് ഓപ്ഷൻ എ 105 എന്ന് ഇവർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി പറ ഇതെന്താണ്? 14% എന്തിന്റെ? 750ന്റെ. നമുക്ക് എന്താ വേണ്ടത്? ആ സാധനം എത്ര റുപ്യക്ക് വിൽക്കുന്ന അല്ലേ? അപ്പൊ എന്താണ്? 750 പ്ലസ് ലാഭമായ 14%, അതായത് 105 കൂട്ടിയാൽ എത്ര കിട്ടുക? 855. ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാൻ ഈസി ഇതാ. പക്ഷേ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ കഴിഞ്ഞ LGSന്റെ നമ്മുടെ LGS സ്റ്റേജ് 2-ലൊക്കെ വന്ന ടൈപ്പ് ചോദ്യങ്ങൾ, അതായത് വിറ്റ വില തന്നു, അതേപോലെ എന്താണ് ലാഭം എത്ര കിട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് വാങ്ങിയ വില എത്രയാന്ന് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 114 ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ട് രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്ഷൻ എടുത്തൊക്കെ ചെയ്ത് സമയം പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും എന്നാണ്. ഇത് നമ്മൾ ചെയ്ത ചോദ്യമാണ്. എന്താ ചെയ്യേണ്ടത്? 50 നിന്ന് 18.793 കുറയ്ക്കണം എന്നാണ്. 50 നിന്ന് 18.793 കുറയ്ക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു 3 0 ഇവിടെ ഇട്ട് കൊടുക്കും. വലതുവശത്ത് 0 ഇട്ട് കൊടുത്താൽ പ്രശ്നം ഉണ്ടോ? പോയിന്റ് ഇട്ടിട്ട് ഒരു പ്രശ്നമില്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നേരെ കുറച്ചാൽ മതി. ഇവിടെ 0ആണ്, ഇവിടെ ഒക്കെ 0ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും, ഇവിടെ നിന്ന് തൊട്ട് കൊടുക്കാൻ തുടങ്ങും അല്ലേ? ഇവിടെ നിന്ന് കൊടുത്ത് ഇവിടെ എത്രയായി? 10 അപ്പോൾ ഇനി ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 4 ഇവിടെ 9 അപ്പോൾ ഇവിടെ 10 ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ 9 ഇവിടെ 10 ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ 9 ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എത്രയായി? ലാസ്റ്റ് 10 ഇനി നോക്ക്, 10 നിന്ന് 3 പോയാൽ എത്രയാ? 7. 9 നിന്ന് 9 പോയാൽ എത്രയാ? 0. 9 നിന്ന് 7 പോയാൽ എത്രയാ? 2. ഓപ്ഷനിൽ നോക്കൂ. ഓപ്ഷനിൽ ഇവിടെ തന്നെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഉത്തരം ഏതാ? കിട്ടൂലേ? ഇപ്പം തന്നെ കിട്ടില്ല. എന്നാലും ഞാൻ ബാക്കി എഴുതാണ്. പോയിന്റ് അതേമാതിരി ഇറക്കി എഴുതി. 9 നിന്ന് 8 പോയാൽ 1. ഇനി എന്താ? 4 നിന്ന് 1 പോയാൽ 3. 31.207. ഏതാ നമ്മുടെ ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട്? 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട് എന്നാ ചോദിച്ചേക്കണം അല്ലേ? 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 ലക്ഷത്തിനെ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. നമ്മളോട് ഇന്നലെ ചോദിച്ചത് എന്താ? 1 ലക്ഷത്തിൽ എത്ര 100കൾ ഉണ്ട് എന്നാ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 ലക്ഷത്തിൽ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ടെന്ന് അറിയാൻ 1 ലക്ഷം എഴുതണ്ടേ ആദ്യം? ഒറ്റ 10 100 1000 10000 1 ലക്ഷം. ഇതിനെന്ത് ചെയ്യണം? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരമായി. 1000 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ 0 0 പോയി, ഈ 0 ഈ 0 പോയി, ഈ 0 ഈ 0 പോയി. ബാക്കി എത്രയുള്ളത്? 100 ആണുള്ളത്. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യമല്ലേ? 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? 1 ലക്ഷത്തിനെ 1000 കൊണ്ട് ഹരിച്ചു. ഇനിയിപ്പോൾ 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് എഴുതു? 1 ലക്ഷത്തിനെ 100 കൊണ്ട് ഹരിച്ചു. 1 ലക്ഷത്തിൽ എത്ര 10000 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1 ലക്ഷത്തിനെ 10000 കൊണ്ട് ഹരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 24 മീറ്ററും 16 മീറ്ററും നീളമുള്ള 2 PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കും എന്നാ ചോദിച്ചേ അല്ലേ? എന്താ അത് കാണേണ്ടി വരിക? HCF കാണാനാണ് ചോദ്യം അല്ലേ? 24ൻ്റെയും 16ൻ്റെയും HCF ആണ് നമ്മളിവിടെ കാണേണ്ടത്. ആണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? പെട്ടെന്ന് HCF കാണാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. എന്താ ഐഡിയ? ഈ സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക അല്ലേ? എത്ര ഇതിൻ്റെ വ്യത്യാസം? 24ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം 8ആണ്. ഒന്നെങ്കിൽ എന്തായിരിക്കും? 8 കൊണ്ട് നിശേഷം 8നെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ 8 തന്നെ ആയിരിക്കും. നമ്മളിവിടെ നോക്കുമ്പോൾ 8ഉം 4ഉം ഉണ്ട്. 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 8നെ നിശേഷം ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 8 എടുത്താൽ മതി. കാരണം ഏറ്റവും വലിയതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താം ചോദ്യം കിട്ടുമ്പോൾ തന്നെ. ഇനി നിങ്ങൾ നോക്കുക, ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. 24നെ 16 കൊണ്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ട് ചെയ്തു? 2 കൊണ്ട് ചെയ്തു. എത്ര കിട്ടി? 12. ഇവിടെ 8. ഇനി എന്തുകൊണ്ട് ചെയ്യും? 2 കൊണ്ട് ചെയ്യും. 6. എത്രയാ? 4. ഇനിയും 2 കൊണ്ട് ചെയ്യാലോ. 2 കൊണ്ട് ചെയ്തപ്പോൾ എത്രയാ? 3 2. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്യാൻ പറ്റില്ല. ഇത് 3ഉം 2ഉം ആണ്. ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ HCF ആണ് വേണ്ടത്. എവിടെ വരെ മതി? ഇവിടെ വരെ മതി. ഇത് മാത്രം എടുത്താൽ മതി. ഇനി എപ്പോൾ എത്രയത്? 2 ഗുണിക്കണം 2
8 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 2.5 ഗുണിക്കണം 23 കുറയ്ക്കണം 1.5 ഗുണിക്കണം 23. ഇതെങ്ങനെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യം 2.5നെ എന്താക്കാം, വിഷമ ഭിന്നാക്കിയിട്ട് അങ്ങനെ പ്രോബ്ലം ചെയ്യാം. അല്ല എങ്കിൽ നോക്കിക്കോ, ഞാനിതൊന്ന് എടുത്തെഴുതുന്നുണ്ട്. 2 ഗുണിക്കണം 23 കുറയ്ക്കണം 1 ഗുണിക്കണം 23. നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കോമൺ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോമൺ ഇവിടെ നോക്ക്, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ, ഗുണിക്കണം 23. രണ്ടിടത്തും ഗുണിക്കണം, ഗുണനോ ഹരണോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് കോമൺ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ നടുക്ക് എന്താ മൈനസ് ആയി, പക്ഷെ ഇവിടെ എന്തുണ്ട്, 2.5 ഗുണിക്കണം 23. ഇവിടെ എന്താ 1.5 ഗുണിക്കണം 23. ഇവിടെ 23 എന്താ കോമൺ അല്ലേ? അപ്പൊ നമുക്ക് ആ കോമണിനെ പുറത്തേക്ക് എടുക്കാം, 23നെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നോക്ക് ഉള്ളിലുള്ളത് നോക്ക്. ഉള്ളിലെന്താ ഇവിടെ 2.5 ഉള്ളത് അല്ലേ? 2.5 അല്ലേ ഉള്ളത്? 2.5. ഇവിടുത്തെ സൈൻ ഏതാ? മൈനസ് അല്ലേ? അത് അതേപോലെ എഴുതുക. ഇവിടെ ഏതാ? 1.5. ഇതാണ് എന്ത്, കോമണിനെ പുറത്തേക്ക് എടുക്കുന്ന രീതി. അതായത് എ ഇൻറ്റു ബി കുറയ്ക്കണം എന്ത്, ബി ഇൻറ്റു സി മെത്തേഡ്. അതായത് രണ്ടിടത്തും കോമൺ ആയിട്ട് ബി ഉണ്ട് എന്ന്. അപ്പോൾ എന്ത് വരണം, ബി ഇൻറ്റു എ മൈനസ് സി വരണം. അതന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ മേലെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? മേലെ ചെയ്തത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, 23 ഗുണിക്കണം 2.5 കുറയ്ക്കണം 1.5. 2.5ന്ന് 1.5 കുറച്ചാൽ എത്ര? ഇത് ചെയ്യാതെ പറ. 2.5ന്ന് 1.5 കുറച്ചാൽ എത്ര? നിങ്ങൾ സാധാരണ മനുഷ്യന്മാർ പറയണ മാതിരി പറ. 2.5ന്ന് 1.5 കുറച്ചാൽ എത്ര? 1 അല്ലേ? ഇപ്പം 3.5ന്ന് 2.5 കുറച്ചാൽ എത്ര? 1 അല്ലേ? 3.5ന്ന് 1.5 കുറച്ചാൽ എത്ര? അപ്പോഴെത്ര? 2 അല്ലേ? 3.5ന്ന് 1.5 കുറച്ചാൽ എത്രയാ? 2 അല്ലേ? അതേപോലെ അരയും 1.5 തമ്മിൽ എത്ര വ്യത്യാസം? 1 അല്ലേ? അപ്പോൾ നമുക്കിത് അങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ 23 ഗുണിക്കണം 1, 23 ഉത്തരം എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിച്ചോ. എന്ത് ചെയ്യും, നമ്മൾ ആദ്യം 2.5 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 2 ഗുണിക്കണം 2 4 കൂട്ടണം 1/2. അതേമാതിരി അപ്പോൾ ഇത് എത്രയായി? 5/2 ആയല്ലോ. 5/2 ഇനി അടുത്ത് നോക്കും, 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഗുണിച്ചാൽ എത്ര കിട്ടുക? 2 × 1 2 പ്ലസ് ഈ മേലത്തെ 1 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 3/2. അപ്പോൾ അതൊക്കെ എങ്ങനെയായി? 5/2 കുറയ്ക്കണം 3/2. അതായത് 2.5ക്ക് പകരം ഞാൻ എന്ത് എഴുതി? 2.5ക്ക് പകരം 5/2 എന്ന് എഴുതി. അതേപോലെ 1.5ക്ക് പകരം ഞാൻ എന്ത് എഴുതി? 3/2 എന്ന് എഴുതി. ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഛേദം അതേപോലെ എടുത്തെഴുതാലോ. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഛേദം അതേപോലെ എടുത്തെഴുതാലോ. ഇനി നോക്ക്, 5ന്ന് 3 പോയാൽ എത്ര? 2 ആണ്. 2/2. ഏതൊരു സംഖ്യയെയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 23 ഗുണിക്കണം 1. ഉത്തരം എത്രയാ? 23. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയർ എന്നാണ്. ഇത് ചെയ്യുന്നത് നോക്കിക്കോ. ഞാൻ ഒന്ന് എടുത്തെഴുതുന്നുണ്ട്. 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയർ. ഇതല്ലേ ചോദ്യം? എന്ത് ചെയ്താൽ മതി? a/b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a²/b² ആണ്. അതായത് മേലത്തേനെയും സ്ക്വയർ ചെയ്യണം, താഴത്തേനെയും സ്ക്വയർ ചെയ്യണം. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ ആണല്ലോ? അതെടുത്ത് ചെയ്താൽ മതി. നോക്കിക്കോ, 1/2ൻ്റെ സ്ക്വയർ എത്രയാണ്? 1² ആണ്. അതേപോലെ തന്നെ എന്താണ് 1/√4 എന്ന് പറഞ്ഞതോ അതിൻ്റെ സ്ക്വയർ എത്ര? 1² ഡിവൈഡഡ് ബൈ √4ൻ്റെ സ്ക്വയർ ആണല്ലോ. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് 1ൻ്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. കൂട്ടണം. ഇവിടെ നോക്ക്, 1ൻ്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. √4ൻ്റെ സ്ക്വയർ എത്രയാ? √4ൻ്റെ സ്ക്വയർ എത്രയാ? എന്താ ചെയ്യല്? √4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ റൂട്ട് ഒഴിവാക്കിയാൽ മതി. 4. √5ൻ്റെ സ്ക്വയർ എത്രയാ? 5. അതായത് എന്താണ്? ആ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്വയർ ഇടുന്നത്. അപ്പോൾ റൂട്ട് ഒഴിവായില്ലേ? അപ്പോൾ എത്ര ഉത്തരം എത്ര? 4 അല്ലേ?
ഇനി അപ്പോൾ പറ 1/4 കൂട്ടണം 1/4, 1/4 കൂട്ടണം 1/4. ഛേദം തുല്യമല്ലേ? ഇതങ്ങനെയും ചെയ്യണ്ട. ഇത് രണ്ടും കാലാന്നറിയാലോ. 2 കാല് കൂട്ടിയാൽ എത്ര? അരയല്ലേ? 2 കാല് കൂട്ടിയാൽ അരയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അറിയാം. എന്നാലും നോക്ക് ഛേദം എന്താ? 4 ഇവിടെ 4 എവിടെയും 4. അപ്പോൾ ഛേദം തുല്യമാണല്ലോ. അപ്പോൾ ഛേദം അതേപോലെ എടുത്തെഴുതുക. ഛേദം അതേപോലെ എടുത്തെഴുതുക. ഇനി എന്ത് ചെയ്യും? മേലുള്ളത് അതേമാതിരി കൂട്ടുക. 1 + 1 എത്ര കിട്ടുക? 2/4. വെട്ടി ചെറുതാക്കാം. 1/2. എന്താ ഉത്തരം? 1/2. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാ ചോദിച്ച് അല്ലേ? ഒരു ഫോട്ടോ ഉണ്ട്, അതിലൊരു പുരുഷനുണ്ട്. അയാളെ ചൂണ്ടിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? അയാളുടെ സഹോദരൻ്റെ അച്ഛൻ, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എന്നാ പറഞ്ഞേക്കണേ അല്ലെ? അച്ഛൻ എന്നാ പറഞ്ഞേക്കണേ, അച്ഛൻ. അപ്പൊ ഇയാളുടെ അച്ഛൻ തന്നെയല്ലേ അത്? ഓക്കെ. എന്താ പറഞ്ഞത്? എൻ്റെ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകനാണ്. അപ്പൊ എന്താണ്? ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അച്ഛനാണ് ഇവരുടെ മുത്തശ്ശൻ എന്ന് പറയുന്നത് അല്ലേ? ഇവരുടെ അച്ഛനാണ് എന്ത്? ഇവരുടെ മുത്തശ്ശൻ എന്ന് പറയുന്നത്. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ അച്ഛൻ്റെ മകളാണ് എന്ത്? ആ സ്ത്രീ. അച്ഛൻ്റെ മകളാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് കിട്ടിയല്ലോ. അപ്പൊ എന്താ ചോദ്യം? ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതെന്താണ്? പുരുഷന്റെ സഹോദരിയാണ് ആ സ്ത്രീ. ആ ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ എന്താ? ഈ സ്ത്രീയുടെ സഹോദരനാണ് എന്ത്? ആ പുരുഷൻ. അപ്പൊ എന്താ ഉത്തരം? ഓപ്ഷൻ സി ആണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒരു ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ? 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റാൽ നഷ്ടം എത്ര? എന്ത് ചെയ്താൽ മതി? ഈ 500ന്റെ 10% കണ്ടാൽ മതി. 10% കണ്ടാൽ മതി. 500ന്റെ 10% എത്രയാ? ഒരു 500ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് എടുത്താൽ അല്ലെങ്കിൽ ഒരു 0 കളഞ്ഞാൽ മതി അല്ലേ? അപ്പൊ എത്രയാണ് ഉത്തരം? 50 രൂപയാണ് ഉത്തരം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? 240 മീറ്ററാണ് എന്ത്? ട്രെയിനിൻ്റെ നീളം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? പ്ലാറ്റ്ഫോമിൻ്റെ നീളം 750 മീറ്റർ ആണ്. പിന്നെന്ത് തന്നിട്ടുണ്ട്? സമയവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്ത്? പോസ്റ്റ് കടന്നു പോകാനുള്ള സമയം. അപ്പോൾ നമ്മൾക്ക് എന്ത് തന്നിട്ടില്ല? നമുക്ക് കാണേണ്ട എന്താ? സമയമാണ്. അപ്പോൾ നമുക്ക് സമയം കാണാൻ എന്ത് ചെയ്യണം? സമയം സമം നമുക്കറിയാം. എന്താണ് സമയം കാണാൻ? ദൂരം ഹരിക്കണം വേഗതയാണ് എന്ത്? സമയം എന്ന് പറയുന്നത്. അറിയാലോ? ദൂരം ബൈ വേഗതയാണ് സമയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? വേഗത എത്രയാണെന്ന് തന്നിട്ടില്ല. വേഗത തന്നിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേഗത കണ്ടുപിടിക്കണം. വേഗത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വേഗത കണ്ടുപിടിക്കാൻ ദൂരം ബൈ സമയം ചെയ്യണം. ഇവിടെ നമുക്കറിയാം എന്ത്? 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോസ്റ്റിന് 24 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുണ്ട്. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോസ്റ്റിന് 24 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുണ്ട്. അപ്പം എന്തെഴുതാം? ആ വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? 240 മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ്. സമയം എത്രയാണ്? 24 സെക്കൻഡാണ്. വെട്ടി ചെറുതാക്കാലോ. വെട്ടിയാൽ എത്രയാണ് കിട്ടുക? 10 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അതെന്താണ്? വേഗത. ട്രെയിനിൻ്റെ വേഗതയാണ് എന്ത്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഒക്കെ ആയല്ലോ. ഇനി പറ ദൂരം എത്രയാണ്? ഇനി പ്ലാറ്റ്ഫോം കടന്നു പോകണ്ടേ? 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാനുള്ള ദൂരം എത്രയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ദൂരങ്ങളുണ്ടല്ലോ ഇവിടെ. ഒരു 240 ഒരു 750 ഉണ്ടല്ലോ. ഒരു ട്രെയിനിൻ്റെ നീളം ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നീളം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഒരു ട്രെയിനിൻ്റെ നീളം വേറൊരു ട്രെയിനിൻ്റെ നീളമാണെങ്കിലും, ഒരു ട്രെയിനും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണെങ്കിലും, ഒരു ട്രെയിനിൻ്റെ നീളം ഒരു തുരങ്കത്തിൻ്റെ നീളമാണെങ്കിലും, ഒരു ട്രെയിനിൻ്റെ നീളം ഒരു പാലത്തിൻ്റെ നീളമാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ദൂരങ്ങൾ, ആ നീളങ്ങൾ തമ്മിൽ കൂട്ടണമല്ലോ. 240 കൂട്ടണം 750 ഹരിക്കണം. എന്താണ്? വേഗത എത്ര നമ്മൾ കണ്ടുപിടിച്ചു? എത്രയാ? 10 ആണ്. നോക്ക് എത്ര കിട്ടുക? 240 750 കൂട്ടിയാൽ എത്ര കിട്ടുക? 24 75 കൂട്ടിയാൽ എത്ര കിട്ടുക? 99. ഒരു 0 ഡിവൈഡഡ് ബൈ 10. എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഹരിക്കാൻ
0 വെട്ടിപ്പോയി. ഉത്തരം എത്രയാ? 99 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് എത്ര വിഷയ? 1 2 3 4 5. കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32 45 50 28 40 എന്നിവയാണ്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര? നമുക്കറിയാം ശരാശരി കാണാൻ എന്താ തുക ഹരിക്കണം എണ്ണം. എന്താണ്? തുക ഹരിക്കണം എണ്ണം ആണല്ലോ. തുക ഹരിക്കണം എണ്ണാണല്ലോ. എങ്ങനെ തുക? ഇതെല്ലാം കൂട്ടിയാൽ അതിൻ്റെ തുക. എണ്ണം എത്രയാണ്? 5 സബ്ജക്റ്റ് അല്ലേ ഉള്ളത്? 5 തുകകൾ 5 എണ്ണം അല്ലേ തന്നിട്ടുള്ളത്? അപ്പോൾ എന്തായിരിക്കും എണ്ണം? 5. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വയം ചെയ്തിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 44 1/3 കൂട്ടണം 10 1/3 കുറയ്ക്കണം 8 1/3. അപ്പോൾ എഴുതുകയാണ്. 44 1/3 കൂട്ടണം 10 1/3 കുറയ്ക്കണം 8 1/3 എത്രയാണ് എന്നാണ് ചോദിച്ചത്. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യാറ്? പൂർണ്ണസംഖ്യകൾ മാത്രം സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഭിന്നസംഖ്യകളെ വേറെയും ചെയ്യും. ഓക്കെ ആണല്ലോ. 44 10 പിന്നെ ഒരു -8. എന്താണ്? 44 + 10 മൈനസ് ഈ മൈനസ് എന്നാണ് ഇവിടെ അതേപോലെ എഴുതണം. -8 എത്രയത് കിട്ടുക? 44 10 54. 54 8 പോയാൽ എത്രയാ? 54 8 പോയാൽ 46. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്. ഇത് വിചാരിച്ച് ഇപ്പം തന്നെ പോയി അടിക്കല്ലേ, സമയമായില്ല. നോക്കാം. ഇനി അടുത്ത് നോക്കാം. എന്ത്? 1/3 കൂട്ടണം 1/3. ഇനി എന്തെഴുതണം? ഇനി അടുത്ത 1/3 എന്തെഴുതണം? അതായത് 1/3 കൂട്ടണം 1/3. ഈ 1/3 മുന്നിൽ മൈനസാ പ്ലസ് ഇടേണ്ടത്? ഇവിടെ മൈനസ് അല്ലേ? അപ്പോൾ ഇതെന്തിടണം? മൈനസ് ഇടണം. -1/3. ഓക്കെ ആണല്ലോ. ഇനി നോക്ക്, ഒരു 1/3 ഇവിടെ ഒരു -1/3. ഇവിടെ 1/3 കൂട്ടലാണ്, ഇവിടെ 1/3 കുറയ്ക്കലാണ്. അപ്പം എന്ത് ചെയ്യും? വെട്ടിപ്പോവും. ബാക്കി എന്താ ഉള്ളത്? 1/3 മാത്രം. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? 46 കൂട്ടണം 1/3. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 46 1/3 എന്ന് എഴുതാം. നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, സരളയുടെ റാങ്ക് മുകളിൽ നിന്നും 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? നമ്മൾ പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് എത്രയാണ്? 9 ആണ്. മറ്റേ സൈഡിൽ നിന്ന് എത്രയാണ്? 38 ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൊത്തം ആളുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 9 കൂട്ടണം 38. ഇനി എന്ത് ചെയ്യും? കുറയ്ക്കണം 1. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. അപ്പോൾ 9 38 കൂട്ടിയാൽ എത്രയാ? 9 38 കൂട്ടിയാൽ 47. 47 1 പോയാൽ എത്രയാ? 47 1 പോയാൽ 46. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, 45 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ? 45 km ആണ് ഒരു വാഹനത്തിൻ്റെ വേഗത. അത് 4 മിനിറ്റിൽ. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് 45 km/മണിക്കൂർ ആണ്. ചോദിച്ചേക്കണ എത്ര? 4 മിനിറ്റിലാണ്. അപ്പം തന്നെ മനസ്സിലായി എന്തോ ഒരു മാറ്റം വരുത്താനുണ്ട് എന്ന് അല്ലേ? അപ്പം ഇനി നോക്ക്, എന്താണ് നമുക്ക് കാണണ്ടേ? ദൂരമല്ലേ കാണണ്ടേ? ദൂരം കാണാൻ എന്താ? ദൂരം കാണാൻ ലൊക്കേഷൻ നമ്മൾ പഠിച്ചത് എന്താ? വേഗത ഗുണിക്കണം സമയമാണല്ലോ. വേഗത എത്രയാ? 45 km/മണിക്കൂർ. ഓപ്ഷനിലൊക്കെ എന്താ? കിലോമീറ്റർ തന്നെയാണ്. അപ്പം എന്ത് ചെയ്യണ്ട? വേഗതേനെ അല്ല മാറ്റേണ്ടത് എന്ന് മനസ്സിലായി. ഗുണിക്കണം. ഇനി സമയം എത്രയാ? 4 മിനിറ്റാ. സമയം 4 മിനിറ്റാ. പക്ഷെ 4 മിനിറ്റ് എന്ത് ചെയ്യണം? നമുക്ക് മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മണിക്കൂറിലേക്ക് മാറ്റണം. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ? 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ? അപ്പം എന്ത് ചെയ്താൽ മതി? മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 45 60 വിട്ടാലോ? എത്ര കൊണ്ട് വെട്ടാം? 15 കൊണ്ട് വെട്ടാം. ഇവിടെ 3. ഇവിടെ എത്രയാ?
4. ഇനി എന്ത് ചെയ്യാം? 4 4 വെട്ടിപ്പോയി. എത്ര ഉത്തരം? 3 കിലോമീറ്റർ. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമാണല്ലോ, സിമ്പിൾ ചോദ്യമാണല്ലോ. പക്ഷെ എന്ത് ചെയ്യണം? മിനിറ്റിനെ എന്ത് ചെയ്യണം? മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. മറക്കരുത്. 4 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിച്ചു. ഇനിയിപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ അതിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ഷോർട്സ് കുറച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഷോർട്സിലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, കലണ്ടറിൻ്റെ ചോദ്യം. ഞാൻ ഈ കലണ്ടർ എന്താ വിചാരിച്ച സിലബസിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? കലണ്ടറിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ ഔട്ട് ഓഫ് സിലബസിലുള്ള കുറച്ച് ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഷോർട്സ് ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ നോക്കാം കേട്ടോ. എന്തായാലും ഔട്ട് ഓഫ് സിലബസ് അധികം എടുക്കേണ്ടത് തന്നെയാണ്. എന്നാലും കലണ്ടർ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് തൊടാതിരിക്കാനും പറ്റില്ല, അങ്ങോട്ട് ഒഴിവാക്കാനും പറ്റില്ല അല്ലേ? നമുക്ക് ഏതായാലും നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ പേടിക്കാതെ പഠിക്കുക. സിമ്പിളായിട്ട് പരീക്ഷ എഴുതി വരാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മാത്സ് സിമ്പിളാണെങ്കിൽ മാത്സ് കുറച്ച് സമയം കുറച്ചിട്ട് ജി കെക്ക് സമയം കൂട്ടുക. ഇനിയിപ്പോൾ ജി കെ ആണ് നിങ്ങൾക്ക് ഇതെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എല്ലാം ഒന്ന് നിങ്ങളായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ചെയ്യണം. കാരണം ബാക്കിയുള്ളവരുടെ ഉപദേശം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഫലം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. ഇനിയിപ്പോൾ എഴുതി കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക? നല്ലപോലെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ലൈഫിലെല്ലാവരും നല്ല നിലയിലെത്തട്ടെ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക് യു.